കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി. സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ തർക്കങ്ങൾ, ബഹളങ്ങളൊക്കെ സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായിരുന്നു. ഈ വിഷയം തന്നെ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് താൽക്കാലിക VC സിസ തോമസ് നേരത്തെ സ്വീകരിച്ചിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം ഇടതംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് പിന്നാലെ ഇപ്പോഴിതാ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി എന്ന വിവരമാണ് പുറത്തുവരുന്നത്. പക്ഷേ VCയുടെ നിലപാടും തീരുമാനവും ഇതിൽ നിർണായകമാണ്. സിൻഡിക്കേറ്റിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം, പക്ഷേ അതിൻ്റെ കടിഞ്ഞാണിരിക്കുന്നത് VCയിൽ തന്നെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നു. സലീം, ഈ നിയമന അതോറിറ്റി എന്നുള്ളത് സിൻഡിക്കേറ്റാണ്. ആ സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ടുള്ള സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം വരുന്നു. പക്ഷേ ഇതിൽ VCയുടെ തീരുമാനവും നിർണായകമാണല്ലോ സലീം. റിജിത്ത്, ഈ സംഭവത്തിൽ നിലവിൽ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുകയാണ്. അത് സിൻഡിക്കേറ്റ് അവരുടെ അധികാരം ഉപയോഗിച്ചാണ് ആ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ, ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ പോലും താല്പര്യപ്പെട്ടിരുന്നില്ല വൈസ് ചാൻസലർ. പക്ഷേ ഏറ്റവും ഒടുവിൽ വൈസ് ചാൻസലറും ഈ സിൻഡിക്കേറ്റിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്ന നിലയിൽ വോട്ടിനിട്ടാണ് സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രമേയം ഇടത് അംഗങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ആദ്യഘട്ടത്തിൽ അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചിരുന്നില്ല. ഏറ്റവും അവസാനം വലിയ തർക്കങ്ങളും വലിയ മുദ്രാവാക്യങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായി. അതിന് പിന്നാലെയാണ് ആ പ്രമേയം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന് ശേഷം സിൻഡിക്കേറ്റിലുള്ള മൃഗീയ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതംഗങ്ങളും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ അംഗവും യോജിച്ചതോടുകൂടി കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വൈസ് ചാൻസലറുടെ വിയോജിപ്പോട് കൂടിയാണ് ഈ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വൈസ് ചാൻസലർ കൂടി സിൻഡിക്കേറ്റിന്റെ ഒരു ഭാഗമാണ് എന്നുള്ള നിലപാടാണ് നിലവിൽ സിൻഡിക്കേറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലറുടെ മാത്രം വിയോജിപ്പ് കൊണ്ട് ഈ സസ്പെൻഷൻ റദ്ദാകുന്ന നടപടി തടയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതോടുകൂടി ഈ സസ്പെൻഷൻ, വലിയ വിവാദമായ സസ്പെൻഷനിൽ നിന്നും കെ എസ് അനിൽകുമാർ നിലവിൽ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും നാളെ ഈ കേസ് കോടതി പരിഗണിക്കുകയാണ്. കോടതിയുടെ നിലപാട് നിർണായകമാണ്. എന്തായാലും കോടതിയിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 സത്യവാങ്മൂലങ്ങൾ ഉണ്ടാകും. അതിലൊന്ന് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇടതംഗങ്ങളുടെയും ഒപ്പം കോൺഗ്രസ് സംഘത്തിന്റെയും ഒക്കെ പിന്തുണയോടുകൂടിയുള്ള ഒരു സത്യവാങ്മൂലമാണ്. അതിനപ്പുറത്തേക്ക് BJP അംഗങ്ങളുടെയും വൈസ് ചാൻസലറുടെയും വിയോജിപ്പും അടങ്ങിയ മറ്റൊരു സത്യവാങ്മൂലവും എന്തായാലും നാളെ കോടതിയിൽ ഉണ്ടാകും. നിലവിൽ ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ്. വലിയ ചർച്ചകൾ, വലിയ തർക്കങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട അത് ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കുന്നതോ അതല്ലെങ്കിൽ സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചയല്ല എന്നുള്ളതായിരുന്നു വൈസ് ചാൻസലറുടെ ആദ്യത്തെ നിലപാട്. അതിന് പകരം ഈ സസ്പെൻഷൻ നടപടി വിശദീകരിക്കുക മാത്രമായിരുന്നു വൈസ് ചാൻസലർ ആദ്യം ചെയ്തത്. ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടി ഉണ്ട് എന്നുള്ളത് സിൻഡിക്കേറ്റ് യോഗത്തിൽ അറിയിച്ചു. പക്ഷേ അതിൽ വിശദമായ ചർച്ച വേണമെന്ന നിലപാടെടുക്കുകയും അതിന് VC തയ്യാറാവുകയും ചെയ്യാത്തതോടുകൂടി വലിയ തർക്കം സിൻഡിക്കേറ്റ് യോഗത്തിൽ നടക്കുകയും ചെയ്തു. നിലവിൽ ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുണ്ടായ നാടകീയ സംഭവങ്ങൾ അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ വിവിധ അംഗങ്ങൾ, ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ നിലവിൽ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ എന്നുള്ള വിവരവും അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ നിലവിൽ ഈ ഒരു കമ്മിറ്റി നിയോഗിച്ചുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ അന്വേഷിക്കും. പക്ഷെ അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടി വേണോ വേണ്ട എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും സിൻഡിക്കേറ്റ് യോഗം പൂർത്തിയായിട്ടില്ല. ആ സിൻഡിക്കേറ്റ് യോഗം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. വലിയ പോലീസ് കാവലും കൂടിയുണ്ട്. കാരണം ഏതെങ്കിലും നിലയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോഴും പോലീസ് പരിശോധിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ VC സിസ തോമസ് ഇവിടേക്ക് കടന്നു വരുമ്പോൾ SFIയുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഇവിടേക്ക് ചേരാനുണ്ടായ സാഹചര്യവും ഇന്നലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCക്കെതിരെ ഉണ്ടാക്കിയ പ്രതിഷേധത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്. കാരണം ഈ VC ആദ്യഘട്ടത്തിൽ നിലവിൽ ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ തയ്യാറായിരുന്നില്ല. താൽക്കാലിക VCയുടെ ചുമതലയാണുള്ളത്. ഈ അച്ചടക്ക നടപടി അനിൽകുമാറിനെതിരെ അച്ചടക്ക നടപടി വരുന്നതിന്റെ ആ ദിവസം, അച്ചടക്ക നടപടി വരുന്നതിന് മുൻപ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. കാരണം ഇത്തരത്തിലൊരു സസ്പെൻഷന് സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി മുന്നിൽ കണ്ടാണ് അക്കാര്യത്തിൽ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിന് ശേഷം തീരുമാനമെടുക്കാമെന്നൊരു നിലപാട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തിയത്. പക്ഷേ അതിന് സിസ തോമസ് തയ്യാറായിരുന്നില്ല, VC തയ്യാറായിരുന്നില്ല. പിന്നാലെ ഈ സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു. അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും ഒപ്പം തന്നെ സിൻഡിക്കേറ്റിന്റെ വിയോജിപ്പും അറിയിക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് മുതൽ തന്നെ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന് അറിയിച്ചിരുന്നതാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. ഇന്നലെ ഈ സിൻഡിക്കേറ്റ് യോഗം വളരെ അടിയന്തരമായി ചേർന്നേ പറ്റൂ എന്നുള്ള നിലപാടിലേക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിസ തോമസിനോട് അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിന് ശേഷം വലിയ വാഗ്വാദങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തത്. ഏറ്റവും പ്രധാനമായി
പ്രധാനമായും ഈ കോടതി നടപടിയെ പോലും വിമർശിക്കുന്ന നടപടി ഇടത് സിൻഡിക്കേറ്റ് അംഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് BJP-യുടെ അംഗങ്ങൾ പറയുകയും ചെയ്തു. അതിനെ ചൊല്ലി വലിയ തർക്കങ്ങൾ പിന്നാലെയും ഉണ്ടായി. അതിനുശേഷം കോടതി നടപടികൾ ഉൾപ്പെടെ ഇവിടെ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ ചർച്ചയ്ക്ക് വഴങ്ങിയത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കഴിഞ്ഞ 2 മണിക്കൂറായി ആ ചർച്ച തുടരുകയാണ്, സിൻഡിക്കേറ്റ് യോഗം തുടരുകയാണ്. ആദ്യഘട്ടത്തിലൊന്നും സിസ തോമസ് ഏതെങ്കിലും നിലയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നൊരു നിലപാട് സിസ തോമസ് സ്വീകരിച്ചിരുന്നെങ്കിലും വലിയ പ്രതിഷേധമാണ് നമ്മൾ ഇവിടെ കണ്ടത്. നമുക്ക് തന്നെ നമ്മൾ ഈ വാർത്താശേഖരണത്തിന് താഴെ നിൽക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് കതക് തുറക്കുമ്പോൾ ഉൾപ്പെടെ വലിയ ഒച്ചയും വലിയ ബഹളവും മുദ്രാവാക്യവും ഒക്കെ ഈ യോഗത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതല്ലാതെ തന്നെ അതിന്റെ അകത്തു നിന്നുള്ള വിവരങ്ങൾ പ്രകാരവും വലിയ പ്രതിഷേധം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അവരെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു സിൻഡിക്കേറ്റ് അംഗവും ഒപ്പം വന്നതോടുകൂടി പ്രതിഷേധത്തിന് കരുത്ത് കൂടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് സിസ തോമസ് ഏറ്റവും ഒടുവിൽ BJP-യുടെ 2 സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാത്രമാണ് ഇന്ന് യോഗത്തിൽ പങ്കെടുത്തത്. അവരുടെ മാത്രം പിന്തുണ കൊണ്ടും ഈ യോഗത്തിൽ ഈ വിഷയം സസ്പെൻഷൻ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നൊരു നിലപാട് അത് ഏറ്റവും അവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാഞ്ഞതും അതുകൊണ്ടാണ്. അതിന് പിന്നാലെ ആ ചർച്ചയിൽ പ്രമേയമായി അവതരിപ്പിക്കുകയായിരുന്നു. ഈ സസ്പെൻഷൻ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വേണമെന്ന പ്രമേയം ആദ്യം അംഗീകരിച്ചു. അതിനു പിന്നാലെ വോട്ടിനിട്ട് സസ്പെൻഷൻ റദ്ദാക്കുകയും ചെയ്യുകയായിരുന്നു. റിജിത്ത്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ആ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുകയാണ് സിൻഡിക്കേറ്റ്. VC-യുടെ വിയോജിപ്പ് തള്ളിക്കൊണ്ടാണ് സിൻഡിക്കേറ്റ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നേരത്തെ ഈ നടപടി നേരിട്ട ഘട്ടത്തിലും അനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ടായിരുന്നത് തന്നെ നിയമിച്ചത് സിൻഡിക്കേറ്റാണ് എന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ തർക്കം ഇവിടെ തീരാൻ പോകുന്നില്ല. ഉറപ്പായും ഇത് കോടതിയിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കോടതിയായിരിക്കും അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ പോവുക എന്നാണ് നിലവിലെ നീക്കങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അത് പുതിയൊരു തലത്തിലേക്ക്, അതിന് പുതിയൊരു മുഖം കൂടി കൈവരിക്കുകയാണ്. നേരത്തെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള VC-യുടെ നടപടി, അതിന് പിന്നാലെ നിലവിൽ ഈ രജിസ്ട്രാർ കോടതിയെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോടതി അത് പരിഗണിക്കാൻ പോവുകയാണ്. സലീം മാലിക് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം, ഈ തർക്കം ഇവിടെ തീരാൻ പോകുന്നില്ല. ഈ സസ്പെൻഷൻ റദ്ദാക്കിയത് കൊണ്ട് ആ തർക്കം ഇവിടെ തീരാൻ പോകുന്നില്ല. അതിനി കോടതിയിലേക്ക് പോകുന്നു. പുതിയ പോർമുഖങ്ങൾ തുറക്കുന്നു. സലീം, ഉറപ്പായും രജിത്തത്തിലെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഏറെ നാളുകളായി തന്നെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയായിരുന്നു. അതിന് പിന്നാലെ പുതിയ ഗവർണർ വരികയും ഇടയ്ക്കൊന്ന് ഈ തർക്കം അയയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മുൻപത്തെ ഗവർണറെക്കാൾ കടുത്ത നിലപാടിലേക്ക് പുതിയ ഗവർണർ വന്നതോടുകൂടി സർക്കാരും ഗവർണറും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയും പുതിയ തലം തർക്കത്തിലേക്ക് കടന്നിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഈ ഭാരതാംബ വിവാദം കൂടി സർവകലാശാലയിലേക്ക് എത്തുന്നത്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ ആസ്പദമായ നടപടി ഈ സർവകലാശാലയ്ക്ക് ഉള്ളിലുള്ള കെട്ടിടത്തിൽ അവരും അതുമായി ബന്ധപ്പെട്ടൊരു ഹാളിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ വിവാദ ചിത്രം വെച്ചതിനെ ചൊല്ലിയായിരുന്നു. അന്ന് ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നതിന് തൊട്ട് മുൻപ് ആ പരിപാടി റദ്ദാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പക്ഷേ അത് നിയമവിരുദ്ധമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഈ സസ്പെൻഷൻ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തത്. പക്ഷേ അത്തരത്തിൽ മതചിഹ്നങ്ങൾ ഏതെങ്കിലും ഉപയോഗിക്കുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ എടുക്കുകയോ ചെയ്താൽ പരിപാടി റദ്ദാക്കാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട് എന്നുള്ള മാനദണ്ഡം നേരത്തെ തന്നെ ഇവരെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് രജിസ്ട്രാർ നൽകുന്ന വിശദീകരണം. അതിന് പിന്നാലെ കോടതിയിലേക്ക് കേസ് പോവുകയും ചെയ്തു. കോടതിയിലേക്ക് കേസ് പോയപ്പോൾ രജിസ്ട്രാർക്ക് തിരിച്ചടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതെങ്കിലും തരത്തിൽ മതത്തിന്റെ ഭാഗമായല്ല ഭാരതാംബയുടെ ചിത്രം എന്നുള്ളതായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ നാളെ വിശദീകരണം ഈ യൂണിവേഴ്സിറ്റിയുടെ വിശദീകരണം അതുമായി ബന്ധപ്പെട്ട് കോടതി ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് നിർണായകമായ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. ആ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് വളരെ നിർണായകമായ തീരുമാനം സിൻഡിക്കേറ്റ് തന്നെ കൈക്കൊള്ളുന്ന. സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ കോടതിയിൽ ഇരിക്കെയാണ് സിൻഡിക്കേറ്റ് ആ സസ്പെൻഷൻ റദ്ദാക്കുന്നത്. അത് ഈ സിൻഡിക്കേറ്റിൽ ഇടതംഗങ്ങൾക്കുള്ള മൃഗീയ ഭൂരിപക്ഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വോട്ടിനിട്ട് സിൻഡിക്കേറ്റ് ആ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച, ഒരു വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായി ഒരു സമിതിയെയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ആ സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. റിജിത്ത്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത VC-യുടെ നടപടി റദ്ദാക്കിയിരിക്കുകയാണ് സിൻഡിക്കേറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയിരിക്കുന്നത്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.